നിരന്തരമായിട്ട് ഏതെങ്കിലും തരത്തിലുള്ളൊരു സ്ട്രെസ്സിലാണ് നമ്മുടെ ജീവിതം പോയിക്കൊണ്ടിരിക്കുന്നത് എന്ന നിലയിൽ കുറച്ചധിക കാലം വന്നു കഴിഞ്ഞാൽ അവിടെയാണ് ശരീരം തുടർന്ന് ആഹാരത്തെ ടെൻഷനുള്ള ഒരു സൊല്യൂഷനായിട്ട് ആശ്രയിക്കാനായിട്ട് തുടങ്ങുകയും ചെയ്യുന്നത്. ഈ ആഹാരങ്ങളെയൊക്കെ ഒഴിവാക്കി എന്താ സംഭവിക്കുക? സ്ട്രെസ്സ് കൂടും. നമുക്ക് കൂടിയ അപകടമാണത്. ഇതുപോലെയുള്ള സ്ട്രെസ് ഈറ്റിങ്ങിൻ്റെ കാരണം, ഇങ്ങനെയുള്ള ഭക്ഷണത്തിനോട് നമുക്ക് ആർത്തി വരാനായിട്ടുള്ള കാരണം, അല്ല ഒരു നിർബന്ധം പിടിക്കാനായിട്ടുള്ള ഒരു കാരണം, ഇത് കഴിച്ചാലേ മനസമാധാനം കിട്ടുന്നുള്ളൂ. അപ്പം മനസമാധാനക്കേട് അപ്പുറത്ത് എന്താണ്? സ്ട്രെസ് അടിച്ച് മക്കളെ എന്തെങ്കിലും കഴിക്കണം. എന്തെങ്കിലും ചോക്ലേറ്റോ ഐസ്ക്രീമോ എന്തെങ്കിലും ഫ്രൈഡ് ഭക്ഷണങ്ങളോ ഒരു ബർഗറോ പിസ്സയോ എന്തെങ്കിലും ഒന്ന് കഴിക്കണം. അല്ലെങ്കിൽ ഒരു കുഴിമന്തി ആണെങ്കിലും കുഴപ്പമില്ല. ഇങ്ങനെ രാത്രിയെന്നോ പകലെന്നോ ഇല്ലാതെ സ്ട്രെസ്സുമായി ബന്ധപ്പെട്ട് പലതരത്തിലുള്ള ആഹാരങ്ങൾ വാങ്ങി കഴിക്കുന്നവരല്ലേ നമ്മൾ എല്ലാവരും. ഒരുപക്ഷെ ഭൂരിഭാഗവും, എല്ലാവരും എന്ന് പറയുന്നില്ല. പക്ഷേ സ്ട്രെസ്സ് വരുമ്പോൾ നമുക്കിപ്പോൾ ഇതൊക്കെയല്ലേ സൊല്യൂഷനായിട്ടുള്ളൂ. ഒരു മനുഷ്യന് ഭക്ഷണം കഴിച്ചാൽ ടെൻഷൻ മാറും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മനസ്സിലാവാത്തവർ ഇന്നുണ്ട്, പഴയ തലമുറയിൽ ബാക്കി അവശേഷിക്കുന്നവർ. കാരണം അവരൊന്നും സ്ട്രെസ്സ് വരുമ്പോൾ ആഹാരമല്ല കഴിച്ചിരുന്നത്. സ്ട്രെസ്സ് വരുമ്പോൾ ചിന്തിക്കുകയാണ് എന്താണ് ഈ ഒരു പ്രശ്നം സോൾവ് ചെയ്യാനായിട്ട് വേണ്ടത്. അവിടെ ബുദ്ധിയായിരുന്നു ഉപയോഗിച്ചുകൊണ്ടിരുന്നിരുന്നത്. ഇന്ന് നമുക്ക് ബുദ്ധിയൊന്നും ഉപയോഗിക്കാൻ പറ്റുന്നില്ല. പകരം നമ്മൾ എന്താ അന്വേഷിക്കുന്നത്? തൽക്കാലത്തേക്ക് ഇതിൽ നിന്നൊന്ന് രക്ഷപ്പെടണം. എന്തായിരിക്കും? ശരീരത്തിന് ഇഷ്ടമില്ലാത്ത ആഹാരങ്ങളുടെ പുറകെ സ്ട്രെസ്സ് വരുമ്പോൾ നമുക്ക് പോകേണ്ടതായിട്ട് വരുന്നത്. ഒരിക്കലും ഈ വറവും പൊരിച്ചതും മധുരങ്ങളും അല്ലെങ്കിൽ സോഫ്റ്റ് ഡ്രിങ്കുകളും ഈ കിട്ടുന്ന മന്തിയും ഇതൊന്നും ശരീരത്തിന് വാസ്തവത്തിൽ യാതൊരു തരത്തിലും ഉപകാരം ചെയ്യുന്നതല്ല. വളരെ അൺഹെൽത്തി ആണെന്ന് പറയുമ്പോൾ ഹെൽത്തിന് വേണ്ടി നിലകൊള്ളുന്നതാണ് നമ്മുടെ ഓരോരുത്തരുടെയും ശരീരം. ഒരു ചെറിയ എറർ വരുമ്പോൾ പോലും അതിനിങ്ങനെ കറക്റ്റ് ചെയ്ത് കൊണ്ടുപോകുന്ന ഈ ശരീരം, ഒരു പെർഫെക്ഷനിസ്റ്റ് ആയിട്ടുള്ളൊരു ശരീരം അൺഹെൽത്തി ആയിട്ടുള്ളൊരു ആഹാരത്തെ ആവശ്യപ്പെടില്ലല്ലോ. പക്ഷെ ശരീരത്തിന് അത്രയും നിവൃത്തികേടിലേക്ക് എത്തിച്ചേർന്നിരിക്കുകയാണ്. ബോഡി ആവശ്യപ്പെടുന്നു എന്തെങ്കിലും ഇത്തിരി ഹൈ കാലറി ഉള്ള ആഹാരം തരൂ. ഈ സ്ട്രെസ്സ് അതിനേക്കാൾ വലിയ അപകടമാണ് അല്ലെങ്കിൽ എൻ്റെ ശരീരത്തിൽ ഉണ്ടാക്കുക. അപ്പോൾ അവിടെ നമ്മൾ മനസ്സിലാക്കണം, അൺഹെൽത്തി ആയിട്ടുള്ള ആഹാരങ്ങൾ കഴിച്ചുകൊണ്ട് സ്ട്രെസ്സിനെ നമ്മൾ ഇല്ലാതാക്കാൻ ശ്രമിക്കുന്നതിൻ്റെ കാരണം എന്താണ്? വളരെ അൺഹെൽത്തി ആയിട്ടുള്ള ആഹാരത്തേക്കാൾ കൂടിയ അപകടമാണ് ഈ സ്ട്രെസ്, നീണ്ടു നിൽക്കുന്ന സ്ട്രെസ് ഈ ശരീരത്തിൽ ഉണ്ടാക്കാൻ പോകുന്നത്. അതുകൊണ്ടാണ് തൽക്കാലത്തേക്കെങ്കിലും രക്ഷപ്പെടണം. ഒരു കൂടിയ തെറ്റ് ഒഴിവാക്കുക. കമ്പാരിറ്റീവ്ലി കുറഞ്ഞ തെറ്റ് ചെയ്തുകൊണ്ട് ശരീരത്തെ വലിയ ഡിസാസ്റ്ററുകളിൽ നിന്നും രക്ഷപ്പെടുത്തണം. ഇതിനു വേണ്ടിയാണ് വാസ്തവത്തിൽ ശരീരം ഇതുപോലെ അൺഹെൽത്തി ആയിട്ടുള്ള ആഹാരങ്ങളോട് ക്രേവിങ് കാണിക്കുന്നത്. സ്ട്രെസ് ഈറ്റിംഗ് ഉണ്ട്. ഇപ്പോൾ ഒരു വളരെ ലളിതമായിട്ടുള്ളൊരു ഉദാഹരണം, പീരീഡ്സ് ആവാറാവുമ്പോൾ ഉണ്ടാവുന്ന സ്ട്രെസ്, പ്രത്യേകിച്ച് അവിടെ ലൈഫിൽ കാരണങ്ങളൊന്നും ഉണ്ടാവണമെന്നില്ല അല്ലേ, മൂഡ് ഫ്ലക്ച്വേഷൻസ് ഒക്കെ ഉണ്ടാകുന്നു. ഹോർമോൺസിലൊക്കെ ചെറിയ മാറ്റങ്ങൾ ഉണ്ടാകുന്നത് വഴി നമ്മുടെ മൂഡ് ശരിയാവുന്നില്ല. ദേഷ്യം വരുന്നു, വിഷമം വരുന്നു, നിരാശ വരുന്നു, കോൺസെൻട്രേഷൻ കിട്ടുന്നില്ല, ആകെ നെഗറ്റീവായിട്ടുള്ളൊരു ഫീൽ. അപ്പോൾ സാധാരണ കുട്ടികൾ ഇപ്പോൾ എന്താ ചെയ്തുകൊണ്ടിരിക്കുന്നത്? ചോക്ലേറ്റ് മേടിച്ച് കഴിച്ചു, അല്ലെങ്കിൽ ഒരു ഐസ്ക്രീം കഴിച്ചു, അല്ലെങ്കിൽ പീരീഡ്സ് ആവുന്ന കാലങ്ങളിൽ മാത്രം ഒരു പപ്സ് മേടിച്ച് കഴിച്ചു, അല്ലെങ്കിൽ ഒരു ബർഗർ മേടിച്ച് കഴിച്ചു. ഇങ്ങനെ കുറച്ച് ഹൈ കാലറി ഉള്ള ആഹാരം എന്തെങ്കിലും ഒന്ന് അകത്ത് ചെന്ന് കഴിഞ്ഞാൽ സമാധാനമായി. എന്നാലേ സ്വബോധത്തിലേക്ക് വരുന്നുള്ളൂ, അല്ലെങ്കിൽ ആകെ നെഗറ്റീവ്. അപ്പം ഇവിടെ നമ്മൾ ഇവരുടെ അടുത്ത് ഈ ആഹാരങ്ങളൊക്കെ മോശമാണ് എന്ന് പറഞ്ഞ് ഇതൊക്കെ ഒഴിവാക്കിയാൽ എന്താ സംഭവിക്കുക? കുട്ടികളോട് പറയുകയാണ്, ഇതൊക്കെ ഇപ്പം നീ കഴിച്ചുകൊണ്ടിരിക്കുന്ന എല്ലാ ജങ്കാണ്, ഇതൊക്കെ ഒഴിവാക്കണം, വലിയ ആരോഗ്യ പ്രശ്നമാണ് നിനക്ക് ഉണ്ടാവാൻ പോകുന്നത്. വാസ്തവമാണ്, ആ പറയുന്നതിൽ തെറ്റൊന്നുമില്ല. നിരന്തരമായിട്ട് ഇപ്പോൾ ഒരാൾക്ക് സ്ട്രെസ് ഉണ്ടാവുന്നു എന്ന് പറഞ്ഞുകൊണ്ട് അയാൾ എല്ലാ ദിവസവും രാവും പകലും ഒക്കെ ഈ സ്വിഗ്ഗി വഴിയും സൊമാറ്റോ വഴിയൊക്കെ ആഹാരങ്ങൾ രാത്രി 10 മണിക്കും 12 മണിക്കും 2 മണിക്കും ഒക്കെ വാങ്ങി കഴിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. അങ്ങനെ നിരന്തരമായി ഒരാൾ ആഹരിക്കുകയാണെങ്കിൽ, ഇതുപോലെ അൺഹെൽത്തി ആഹാരങ്ങൾ കഴിച്ചുകൊണ്ടിരുന്നാൽ തീർച്ചയായിട്ടും അയാൾക്ക് ജീവിതശൈലി രോഗങ്ങളുണ്ടാവും. പ്രമേഹം വരാം, അമിതവണ്ണം ഉണ്ടാവാം, വിസറൽ ഫാറ്റ് കൂടാം, BP കൂടാം, ഇനി സ്കിൻ മോശമാവാം, മുടി കൊഴിയാം, വൈറ്റമിൻ ഡിയിൽ കുറവുണ്ടാവും, ഒരുപാട് ഡെഫിഷ്യൻസികൾ വരാം. ഇങ്ങനെ ഒരുപാട് രോഗങ്ങൾ ഉണ്ടാവാം. ഈവൻ ഹാർട്ട് ബ്ലോക്ക് പോലും ഉണ്ടാവാം നിരന്തരമായിട്ട് ഈ ഒരു ജീവിത രീതി തുടർന്നു കഴിഞ്ഞാൽ. ഇങ്ങനെ ഒരു അപകടം ഉണ്ടാവും എന്ന് പറഞ്ഞുകൊണ്ട് നമ്മൾ ഇവരിൽ നിന്ന്, ഇത് കഴിക്കുന്നവരിൽ നിന്ന് ഈ അൺഹെൽത്തി ആയിട്ടുള്ള ആഹാരങ്ങൾ മാറ്റിയാൽ എന്താ അവിടെ സംഭവിക്കുക? അവിടെ ഇവർക്ക് സ്ട്രെസ്സിനെ നിയന്ത്രിക്കാൻ പറ്റായിക വരും. സ്ട്രെസ്സിനെ നിയന്ത്രിക്കാൻ പറ്റായിക വന്നപ്പോഴാണ് ഇത്തരത്തിലുള്ള ആഹാരങ്ങളോട് വല്ലാത്ത ആർത്തി ശരീരം കാണിച്ചത്. അപ്പോൾ ആ ആർത്തി ശരീരം കാണിച്ചു. പക്ഷേ ഈ ആഹാരങ്ങൾ നമ്മൾ കൊടുക്കുന്നില്ലെങ്കിൽ അവിടെ വാസ്തവത്തിൽ സ്ട്രെസ് വളരെ കൂടിയ അളവിലേക്ക് പോകില്ലേ? അവിടെ അപ്പോൾ നമ്മൾ എന്താ ചെയ്യേണ്ടത്? എന്തായിരിക്കണം ഇതിനുള്ളൊരു സൊല്യൂഷൻ? നെക്സ്റ്റ് സെഷനിൽ ഞാനത് പറഞ്ഞുതരാം.
വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു വിഷയമാണിത്. ഒരിക്കലും മിസ് ചെയ്യരുത്. കാരണം നമ്മളെല്ലാവരും പെട്ടുകിടക്കുന്ന ഒരിടമാണിത്. സ്ട്രെസ്സ് നിരന്തരമായിട്ട് നിലനിൽക്കുകയാണ്. ഒരു പ്രത്യേക വിഷയം വന്നു, അത് സോൾവ് ചെയ്ത് അവസാനിച്ച് റിലാക്സ് ചെയ്യാൻ നമുക്കിന്ന് പറ്റുന്നില്ല. അടുത്തത് എന്ന രീതിയിൽ നിരന്തരമായിട്ട് ഒരു പ്രത്യേക പ്രഷറിൽ നമുക്കിങ്ങനെ നിൽക്കേണ്ടതായിട്ട് വരികയാണ്. അതിൻ്റെ ഭാഗമായിട്ടാണ് ഈ സ്ട്രെസ് ഈറ്റിങ്ങിലേക്കൊക്കെ നമ്മൾ പോകുന്നത്. നെക്സ്റ്റ് സെഷനിൽ അടുത്ത ഭാഗം ഞാൻ പറയും. വളരെ സീരിയസ് ആയിട്ടുള്ളതാണ്, കേൾക്കണം. ഓക്കെ, താങ്ക് യു.